പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടചിത്തരാക്കും. എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും. ഈശോയെ പ്രിയരെ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് സംതൃപ്തരായി ആനന്ദത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ സങ്കീർത്തനം 119 നാം വായിക്കും. അതിരാവിലെ ഞാൻ ഉണർന്ന സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 32 നാം വായിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. സങ്കീർത്തനം 34 നാം ഇപ്രകാരം കാണുന്നു, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉദ്ദേശ്യം എന്താണെന്ന് ഗ്രന്ഥകാരൻ വിവരിക്കുന്നു. അഗ്നിയിൽ ദഹിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിനു മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഈശോയിൽ പ്രിയരെ, സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 5-ൽ കർത്താവേ, പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. സങ്കീർത്തനം 53-ൽ സങ്കീർത്തകൻ പറയുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവമക്കളെ, നമുക്കും പ്രഭാതത്തിൽ ഉണർന്ന് അതിരാവിലെ ഉണർന്ന് നമ്മുടെ ദൈവത്തെ തേടി അനുഗ്രഹീതരാകാം. ഈ ദൈവവചനം കേൾക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണീശോ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.